ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ ടൈറ്റിൽ BNF അഥവാ ബാക്കസ് നോർ ഫോം എന്നാണ്. ചില സർക്കിളുകൾ ഇതിന്റെ പേര് ബാക്കസ് നോർമൽ ഫോം എന്നും പറയും. ജോൺ ബാക്കസ് എന്നുള്ളത് ഫാദർ ഓഫ് ഫോർട്രാൻ കമ്പൈലർ. ഫോർട്രാൻ കമ്പൈലറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ ബാക്കസ്. പീറ്റർ നോർ എന്നുള്ളത് അൽഗോൾ 68 ലാംഗ്വേജിന്റെ സ്പെസിഫിക്കേഷൻ എഴുതിയ ആളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അൽഗോൾ 68 ലാംഗ്വേജിന് വേണ്ടി ഉപയോഗിച്ച ഒരു നൊട്ടേഷനാണ് ബാക്കസ് നോർ ഫോം. ഈ ബാക്കസ് നോർ ഫോം എല്ലാ പ്രോഗ്രാമേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമലിസമാണ്. അതായത് എങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചേർഡ് ഇൻപുട്ട് പ്രോസസ് ചെയ്യാന്നുള്ളതാണ് ബാക്കസ് നോർ ഫോമിന്റെ എന്താ പറയാ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇത് ബാക്കസ് നോർ ഫോം ഫോർ ഡേറ്റ് എങ്ങനെ പ്രോസസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMDDYY ഫോർമാറ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡേറ്റ് ഡീകമ്പോസസ് ഇൻ ടു month, then a literal slash, then day and year. അപ്പൊ അങ്ങനെയാണ് അത് കിടക്കുന്നത്. ഇപ്പൊ മന്ത് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 1 പ്രിഫിക്സ് ആവാം ഓർ 0 പ്രിഫിക്സ് ആവാം. 1 പ്രിഫിക്സ് ആവാം അല്ലെങ്കിൽ 0 പ്രിഫിക്സ് ആവാം. 1 പ്രിഫിക്സ് ആണെങ്കിൽ പിന്നെ ഫോളോ അപ്പ് ആയിട്ടുള്ള ഫോളോ നമ്പർ ഈ റേഞ്ചിൽ നിന്നായിരിക്കും 0 to, അതായത് ഇപ്പൊ 10, 11, 12 ഈ മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ എൻകോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ 0 പ്രിഫിക്സ് ആണെങ്കിൽ 01, 02 അങ്ങനെ അപ് ടു 09, അതായത് ജനുവരി ടു സെപ്റ്റംബർ വരെ മന്ത് വരും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്കിത് 3 ഇപ്പൊ വേണമെങ്കിൽ ഒരു 3 ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ ഡീകമ്പോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മന്ത് പാഴ്സ് ചെയ്തെടുക്കാം. അതായത് ഇതാണ് അതിന്റെ മന്തിന്റെ ടോട്ടൽ ലോജിക്ക്. ഇപ്പൊ റെഗുലർ എക്സ്പ്രഷൻസും അതിന്റെ നൊട്ടേഷൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾമോസ്റ്റ് ഇത് കിട്ടും. ഡേ എന്നുള്ളത് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 to 9 ആയിരിക്കും. 1 or 2 ആണെങ്കിൽ നിങ്ങൾക്ക് 0 to 9 ആയിരിക്കും. 3 ആണെങ്കിൽ 0 and 1 ആയിരിക്കും. അപ്പൊ ഇതാണ് 31 വരെയുള്ള ഡേറ്റ് പ്രോസസ് ചെയ്യാനുള്ള ഇത് റെഗുലർ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. മന്ത് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഡേ എന്നുള്ള ഒരു പ്രൊഡക്ഷൻ ആണ്. അപ്പോ ബേസിക് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ ആസ്പെക്ട് ഓഫ് എ സ്ട്രക്ചേർഡ് ഇൻപുട്ട് അല്ലെങ്കിൽ ഓരോ പാർട്ട് ഓഫ് എ സ്ട്രക്ചേർഡ് ഇൻപുട്ട് നമ്മളിങ്ങനെ ഡിസെൻഡ് ചെയ്ത് വരും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു റൈറ്റ് എ പാഴ്സർ ഫോർ ഇറ്റ്. ഓക്കെ, പാഴ്സിങ് എന്ന് വെച്ചാൽ ലെക്സിക്കൽ അനലൈസിസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നൈസിങ് എ സ്ട്രക്ചേർഡ് ഇൻപുട്ട്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് പാഴ്സ് ദ ഇത് തന്നെ. അപ്പൊ ഈ മന്ത് പക്ഷെ നമുക്ക് ലെക്സീമാണ്, അതായത് ലെക്സിക്കൽ അനാലിസിസ് എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു സിമ്പിൾ കേസാണ്. നമുക്ക് നെക്സ്റ്റ് ഇന്റിജർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് നോക്കാം. ഇതൊരു റിക്കർസീവ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇന്റിജർ ഡീകമ്പോസസ് ഇൻ ടു ഡിജിറ്റ്. ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി one or 2 ഇങ്ങനെ പോയി 9 വരെ ഉള്ളതാണ് ഡിജിറ്റ്. അപ്പൊ ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡിജിറ്റ് 0 മുതൽ തുടങ്ങും. 0 ഡിജിറ്റ് ഓർ ഡിജിറ്റ് ഫോളോഡ് ബൈ ആൻ ഇന്റിജർ. ഇതിപ്പോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇതൊരു റിക്കർഷൻ ആണ്. അപ്പൊ ദിസ് ഈസ് ഹൗ ലൂപ്പ് വർക്ക്സ് ഇൻ എ BNF. അപ്പോ ഇതിപ്പോ കോഡാക്കി മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരു ഡിജിറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പാർട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് വൈൽ ഡിജിറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് നമുക്ക് ഇന്റിജറിലോട്ട് റിക്കർസീവ് കോൾ ഇടാം. അപ്പൊ അങ്ങനെയാണ് ഈ എന്താ പറയാ ഇത് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ നമുക്ക് കോഡാക്കി മാറ്റുക എന്നുള്ളത് വരും സ്ലൈഡുകളിൽ പഠിക്കും. അപ്പോ ഇതാണ് അടുത്തത്. ഇപ്പൊ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ് ഫ്ലോട്ട് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് 2 ഡോട്ട് എന്ന് പറഞ്ഞ നമ്പർ വരെ വാലിഡ് നമ്പർ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ചെയ്യണമെന്ന് വെച്ചാൽ പോയിന്റ് ഫ്ലോട്ട് എന്താന്ന് നമുക്ക് നോക്കാം. ഇന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് പ്ലസ് ആണ്.
ഓക്കെ, അപ്പൊ 1 or more ഡിജിറ്റ് എന്നാണ് ഇതിന്റെ അർത്ഥം. റെഗുലർ എക്സ്പ്രഷൻ അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പോ നമുക്ക് ഇത് ഇങ്ങനെ 2, 2.34 എല്ലാം ഇവിടെ വരും. അപ്പൊ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഡോട്ട് ഇട്ടിട്ട് ഡിജിറ്റ് പ്ലസ് ഉള്ളതാണ്. പക്ഷെ നമുക്കിപ്പോ ഈ കേസിലാണെങ്കിൽ നമ്മളിപ്പോ ഇൻ പാർട്ടിൽ നിന്ന് നമ്മൾ ഡിജിറ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്തു ഇൻപുട്ട്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രാക്ഷൻ എടുക്കുക. അപ്പൊ ഫ്രാക്ഷൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഡോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്പർ ഇല്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇന്റ് ഇവിടെ കൊണ്ടുവന്നു, പിന്നെ ഡോട്ട്, ലിറ്ററൽ ഡോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷെ 2.0 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഇൻ പാർട്ട് 2 കിട്ടും. ഇവിടെ ഇത് ചെയ്തു, അതുകൊണ്ട് നമുക്ക് ഡോട്ട് ഈ ഇപ്പൊ കണ്ടാവും ഇൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇപ്പൊ സ്മോൾ ഇ ആയിരിക്കും, ഇ ആയിരിക്കും, പ്ലസ് ഉറപ്പ്. നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ഈ പ്ലസ് 4 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതായത് 2 എന്താ പറയാ 10⁴ എന്നാണ്. 2 into 10⁴ എന്ന് നമുക്ക് പറയാം. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു റുട്ടീൻ എഴുതുകയാണെങ്കിൽ ഈ ഗ്രാമർ, അതായത് ഈ 1, 2, 3, 4, 5, 6 6 പ്രൊഡക്ഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ once you get a DNF for a structured input, it is very easy to parse it. അതാണ് അതിന്റെ ഐഡിയ. അപ്പൊ നമ്മളിപ്പോ ഡേറ്റ് എങ്ങനെയാണ് പാഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മള് ഇന്റിജർ എങ്ങനെ പാഴ്സ് ചെയ്യാം. പിന്നെ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ മോളിൽ കാണുന്ന സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. റെഗുലർ എക്സ്പ്രഷൻസ് 0, 9 പ്ലസ്. It will actually recognize this particular thing. പക്ഷേ ഇത് ഒരു ബാക്കസ്റ്റ് നോട്ട് ഫോം ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇതിപ്പോ റെഗുലർ എക്സ്പ്രഷൻ ആണ്. ഇത് ലക്ലി ദാറ്റ് ഒക്കെ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ടാണ് BNF പ്രോസസ് ചെയ്യുന്നത് പൊതുവെ. പക്ഷേ റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ വെച്ചിട്ട് പാഴ്സ് ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. CFG കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. അപ്പൊ ഒരു റെഗുലർ എക്സ്പ്രഷനെ നമുക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഇന്റർപ്രറ്റർ എഴുതാൻ പറ്റും. എന്ന സ്ഥാനത്ത് ഈ ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനെ റെഗുലർ എക്സ്പ്രഷൻ ആക്കാൻ സാധിക്കില്ല, തിരിച്ചു പറ്റും. അപ്പൊ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിപ്പോ ഒരു പോസ്റ്റൽ അഡ്രസ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്. പോസ്റ്റൽ അഡ്രസ് ഡീകമ്പോസസ് ഇൻടു നെയിം പാർട്ട്. നെയിം പാർട്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പാർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യും. പേഴ്സണൽ പാർട്ട് എന്ന് പറഞ്ഞ സാധനത്തില് ഇനിഷ്യൽ ഉണ്ട്. അപ്പോ ഇനിഷ്യലിന് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടോ? കാണുന്നില്ല. ഇപ്പൊ എവിടെയാണ് ഇനിഷ്യൽ? എഴുതാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇത് ഞാൻ വിക്കിപീഡിയയുടെ നിർത്താണ്. എന്ന സ്ഥാനത്ത് ഡോട്ട് ഫസ്റ്റ് നെയിം. അപ്പൊ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിവിടെ പ്രൊഡക്ഷൻ ഇട്ടിട്ടില്ല. പേഴ്സണൽ പാർട്ട് അതാണ്. ലാസ്റ്റ് നെയിം. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ സഫിക്സ് പാർട്ട് എന്നൊക്കെയാണ്. എൻഡ് ഓഫ് ലൈൻ അല്ലെങ്കിൽ പേഴ്സണൽ പാർട്ടും നെയിം പാർട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നെയിം പാർട്ട് സ്ട്രീറ്റ് അഡ്രസ്, സിപ്പ് പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സിപ്പ് സ്റ്റോർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ബേസിക് ഐഡിയ ഹിയർ ആസ് വെൽ you have got 1, 2, 3, 4, 5, 6, 7 productions ഉണ്ട്. You require more productions. ഇപ്പൊ ഇനിഷ്യൽ എന്നുള്ളത് മിസ്റ്റർ ആണോ മിസ്സിസ് ആണോ അങ്ങനെയുള്ള സാധനങ്ങള്. ഇപ്പൊ ഓപ്ഷണൽ സഫിക്സ് പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീനിയർ ആണോ ജൂനിയർ ആണോ. പ്രിഫിക്സ് അല്ല, സഫിക്സ്. ഓക്കെ. അതേമാതിരി തന്നെ സ്ട്രീറ്റ് അഡ്രസ് ആണെങ്കിൽ ഹൗസ് നമ്പർ ഉണ്ട്. അതൊരു നമ്പർ ആണെന്നുള്ള ലെവലിലായിരിക്കും. പക്ഷെ സ്ട്രിംഗ് ലിറ്ററിലായിരിക്കാം. സ്ട്രീറ്റ് നെയിം. അപ്പൊ അതിനിപ്പോ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ള APT നം, അതായത് ഓപ്ഷണൽ APT നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ APT നം ഓർ നള്ളതാണ് അതിനെ ഇത് ചെയ്യണേ. ഇപ്പോ എല്ലാ പ്രൊഡക്ഷനും ഈ ഗ്രാമറിലില്ല. ബൈ ലുക്കിംഗ് അറ്റ് ദിസ് യു ക്യാൻ റൈറ്റ് എ പാഴ്സർ. അതായത് ഒരു ലെക്സിക്കൽ അനാലിസിസ് ചെയ്യേണ്ട സാധനമല്ല. നമ്മള് കുറെ ടോക്കൺസ് പാഴ്സ് ചെയ്തിട്ട് മറ്റേ എന്താ പറയാ കുറെ ആൽഫബറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ടോക്കൺ ഉണ്ടാക്കണം. ആ ടോക്കൺ സ്ട്രക്ചറലി ലേ ഔട്ട് ചെയ്യണം.
അതിനെ സിൻടാക്സ് എന്ന് പറയും. അപ്പോൾ ഒരു BNF ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റൽ അഡ്രസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിപ്പോ ഞാൻ എഴുതിയ ഒരു കമ്പൈലറാണ്, സ്ലാങ് കമ്പൈലർ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഓപ്പൺ സോഴ്സ് കമ്പൈലർ ടു ലേൺ കമ്പൈലർ എഞ്ചിനീയർ. അപ്പൊ ഇത് ഗിറ്റബില് അവൈലബിൾ ആണ്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ലാംഗ്വേജിലേക്കുള്ള പോർട്ട് അവൈലബിൾ ആണ്. ജാവ, C++, VB.NET, JS, Python. അപ്പോ ഈ അതിന്റെ ഒരു ജാവാസ്ക്രിപ്റ്റ് വേർഷൻ എഴുതിയേക്കുന്നത് എന്റെ കൂടെ എന്റെ ഫസ്റ്റ് ബുക്കിന്റെ കോദർ ആയിട്ടുള്ള ഷൈൻ സേവിയർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയാ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, ഈ URL പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് പോർട്ട് ഓഫ് ദി സ്ലാങ് കമ്പൈലർ വിച്ച് ഈസ് അവൈലബിൾ ഹിയർ കിട്ടും. പിന്നെ ഒരു പാസ്കൽ സിൻടാക്സ് ഡയഗ്രാം ഫോർ BNF ഈ പറഞ്ഞ സൈറ്റിൽ പോയാലും കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഷൈൻ സേവിയർ github.io ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ you will be able to get it. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലാങ് കമ്പൈലറിന്റെ BNF നോക്കാം. Expression decomposes into binary expression. Binary expression is logical expression, logic op, binary expression. Logic op എന്ന് പറഞ്ഞു കഴിഞ്ഞാല് and or ആണ്. rel op എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ആഡ് ഓപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ഓർ മൈനസ്. മള്ളോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർ സ്ലാഷ്. അപ്പോ ലോജിക്കൽ എക്സ്പ്രഷൻ ഡീകമ്പോസസ് ഇൻടു റിലേഷണൽ എക്സ്പ്രഷൻ. അവിടെ ടേം, അപ്പൊ അത് ടേമിലോട്ട് പോകും. ടേം ഡീകമ്പോസസ് ഇൻടു ഫാക്ടർ, മള്ളോപ്പ് ടേം. ഫാക്ടർ ക്യാൻ ബി ന്യൂമറിക് ഓർ സ്ട്രിംഗ് ഓർ ട്രൂ, ഫോൾസ്, വേരിയബിൾ or expression inside parenthesis, or plus or minus factor, optional plus or minus factor. See, not only plus or minus, you have got if it is a boolean value you can have exclamation mark or notch, and call expression the function call. So ഇതൊരു ബേസിക് BNF ഫോർ സ്ലാങ് കമ്പൈലർ ആണ്. അപ്പൊ ഈ BNF കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വരും സ്ലൈഡുകളിൽ നമ്മൾ മള്ളോപ്പ് എന്നുള്ളത് നമ്മളിവിടെ ആൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞു. അതായത് സ്റ്റാർ ഓർ ഡിവിഷൻ ആണ്. അതിങ്ങനെയാണ് ആ ഡയഗ്രാം ആയിട്ട് വന്നത്. ഇത് പാസ്കൽ സിൻടാക്സ് ഡയഗ്രാം ആണ്. ജെൻസൺ ആൻഡ് വെർത്ത് എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇത് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്. നിക്കോളാസ് വെർത്തിന്റെ ഡാറ്റ സ്ട്രക്ചേഴ്സ് പ്ലസ് അൽഗോറിതംസ് ഈസ് ഈക്വൽ ടു പ്രോഗ്രാംസ് എന്നുള്ള ബുക്കിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പാസ്കലിന്റെ സിൻടാക്സ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് പ്ലസും മൈനസും ആണെന്നുള്ളത് ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിന്റെ BNF. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോ നമുക്ക് BNF ആയിട്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റിലെ ആക്ച്വൽസ്, ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ കോൾ. അപ്പൊ ഇതാണ് അതിന്റെ BNF. നിങ്ങള് സ്ലാങ് ഫോർ .NET ഒരു ഇതുണ്ട്, സ്ലാങ് ഫോർ .NET ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ബുക്ക് ഉണ്ട്, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലോജിക് ഓപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൻഡ് ഓർ ആണ്. അപ്പൊ ബേസിക്കലി ഈ സ്ലൈഡിൽ അഡീഷണൽ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക് ഓപ്പറേറ്റർ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് എന്താ പറയാ ആദ്യം വരുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. സോറി, ലോജിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക് ഓപ്പറേറ്റേഴ്സിൽ നിന്ന് പിന്നെ ടോപ്പിൽ വരുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ വരും, സോറി അഡീഷണൽ ഓപ്പറേറ്റർ വരും, പിന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. അപ്പൊ പ്രസിഡൻസ് കുറവിൽ നിന്ന് ഇതിലോട്ടാണ് ഇപ്പോൾ ഇവിടെ ഡിസെൻഡ് ചെയ്യുന്നത്. അതായത് ഇതിന് കാരണം പ്രയോറിറ്റി ഉള്ളത് ആ ട്രീയില് ലോവർ ലെവൽ നോഡായിരിക്കും. അപ്പൊ ഫാക്ടറിനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ, അതാണ് ഒരു ആറ്റം. അപ്പൊ മള്ളോപ്പിന് ആഡോപ്പിനേക്കാളും പ്രസിഡൻസ് ഉണ്ട്. ആഡോപ്പിന് റിലേഷണൽ ഓപ്പറേറ്ററിനേക്കാളും പ്രസിഡൻസ് ഉണ്ട്. റിലേഷണൽ ഓപ്പറേറ്ററിന് ലോജിക് ഓപ്പറേറ്ററിനേക്കാളും പ്രസിഡൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. അപ്പോ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയുക ബൈനറി എക്സ്പ്രഷൻ ആണെന്ന്
ബൂളിയൻ എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ബൂളിയൻ എക്സ്പ്രഷൻ ഈസ് ഡീകമ്പോസസ് ഇൻടു ലോജിക്കൽ എക്സ്പ്രഷൻ, ലോജിക് ഓഫ് ബി എക്സ്പ്രഷൻ. ലോജിക് ഓഫ് എന്താ നമ്മൾ ഇവിടെ ആൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓർ ആണ്. പിന്നെ എന്താ പറയാ, ലോജിക്കൽ എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു റിലേഷണൽ എക്സ്പ്രഷൻ റിൽ ഓഫ് ലോജിക്കൽ എക്സ്പ്രഷൻ ആണ്. ഇത് റിക്കർസീവ് ആണ്. ആർ എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു ടേം ആഡ് ഓഫ് ആർ എക്സ്പ്രഷൻ. സോ ഇറ്റ് ഈസ് എ റിക്കർസീവ് ഡെഫിനിഷൻ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇത് റിക്കർസ് ചെയ്യുന്നുണ്ട്, ഇത് റിക്കർസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ലാർജർ എക്സ്പ്രഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ടേം ഡീകമ്പോസസ് ഇൻടു ഫാക്ടർ മൾ ഓഫ് ടേം, അതാണ് ഇവിടെ കൊടുത്തിരുന്നത്. ആൻഡ് ഫാക്ടർ ക്യാൻ ബി എ ന്യൂമറിക്, സ്ട്രിംഗ്, ട്രൂ, false, variable, parenthetical expression, plus, minus, or not, exclamation factor, or call expression. ഇതാണ് Pascal's index diagram for. ഇതാണ് അതിന്റെ literal specification. So now we have taken a look at the operators. From there we move to logical expression. Sorry, Boolean expression, then logical expression, then relational expression, and then it goes to term to factor. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഡിസെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് Pascal's index diagram എന്താണെന്നുള്ളത് I expect you to go and see it available at the following URL. ഇതൊരു Backus-Naur form for a 4-function calculator. So expression decomposes into term or term optional plus or minus expression. If it is available, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരാൻ വേണമെങ്കിൽ ഇത് ഓപ്ഷണൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയാണ്. ടേം ഓർ ഇപ്പൊ ടേം ഇവിടെ വരാറില്ല. ഇപ്പൊ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇത് കാണിച്ചില്ല. ടേം decomposes into factor or factor optional mul-off into and division term. So then it actually loops. Not that okay, it actually loops here or recurs here. The recursion is treated as loop. Okay, factor എന്നുള്ളത് നമ്പർ ആയിരിക്കാം, ബ്രാക്കറ്റിലെ എക്സ്പ്രഷൻ ആയിരിക്കാം, or plus or minus factor ആയിരിക്കാം. അപ്പോ ഇവിടെയും നമ്മൾ റിക്കർസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ്സ് എ റിക്കർസീവ് ഡെഫിനിഷൻ ഫോർ ആൻ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ടോക്കൺസ് എങ്ങനെയാണ് ഇത്? അപ്പൊ ടോക്കൺസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മൾ എന്ന് പറഞ്ഞ സ്റ്റാർ ആണ്, സബ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ഇത് ടോക്കൺസിന്റെ എന്യൂമറേഷൻ ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇല്ലീഗൽ ടോക്കൺ പ്ലസ് മൾ, ഡിവ്, സബ്, opening parenthesis, close parenthesis, like that. Okay, double. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ലെക്സിക്കൽ അനലൈസ് ചെയ്യുന്നത്? While there is input, current character is equal to operand. അത് പ്ലസ്സോ മള്ളോ ഡിവോ സബോ വരികയാണെങ്കിൽ we will actually print return talk underscore xxx. അത് മള്ളാവാം, ഡിവാവാം, സബാവാം. ഇതിന് നമ്പർ ആണെങ്കിൽ it actually extract the number and return double. അപ്പൊ നമ്പർ നമ്മൾ വേറെ സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഗെറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് വിളിച്ചിട്ട് നമുക്ക് ആ നമ്പർ റിട്രീവ് ചെയ്യാം. അപ്പൊ ഇതാണ് ലെക്സിക്കൽ അനാലിസിസിന്റെ അൽഗോരിതം. അതായത് ദിസ് ഈസ് ടു റെക്കഗ്നൈസ് ഓൾ ദീസ് ടോക്കൺസ്. ഇറ്റ്സ് വെരി okay. So let us see how we can actually convert expression production to the code. Expression decomposes into term plus or minus expression ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ബേസിക് ഐഡിയ എന്ന് വെച്ചാൽ, അപ്പൊ ഇവിടെ വരുമ്പോൾ you give the definition expression, terms comes as usually, and since this is optional and it should be an if, and inside that okay you do whatever is supposed to do and then recurse. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓപ്ഷണൽ ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടി കയറില്ല. ടേമിൽ നിന്ന് നമ്മൾ ഫാക്ടറിലോട്ട് പോകും, ഫാക്ടറിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ച് ടേമിൽ വരും, പിന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യില്ല. അപ്പോൾ
you know that okay, expression can be easily converted into, or this production, a term plus or minus expression can be easily converted into subroutine. The term directly term function in a condition to process then inside it okay, after processing lot of things recursive. Term decomposes into factor malloc term. Recursion factor recognize. We know that okay, this is actually if statement and the term has to be invoked inside the function. Term expression convert term recursive definition. Factor double push token to intermediate language and operand stack return. Operand parenthesis you are recursively making a call. If it is a unary operator, okay, you will actually factor. Now we have shown an expression decomposes to term, and term decomposes into factor, and factor decomposes into this particular logic. But basically, I'm showing that okay, this Backus-Naur form can be easily converted to a set of recursive functions. So to evaluate expression, we need to create a stack data structure. So stack data structure is available in .NET, and there are thousands of stack implementation out there. In C++, it is with templates. Java and C# it is generics. But unfortunately, Java yet is not able to create a list of integer. They can only create list of. They can't create a list of int. But they can create a list of integer. Boxy and generics. Public constructor stack pointer 0. Clear top of the stack pointer will make 0. Push if it is 255, the capacity is only 256. But 255 you throw an exception. Otherwise, you add value to the top of the stack. Push down. Pop is also like that. Okay, but here actually you decrease number by 1. These are a simple stack class. Take a look at it. So let us see how it is getting passed. Okay, already we have seen okay how expression can be written. So but now it is time for you to write okay what is supposed to be written here. That's all you are supposed to do. RD parser is derived from Lexer. The Lexer logic inside the source code okay, which I have shared, okay, you can see a lexical analysis. So RD parser has got a constructor, so it takes the string from which okay, you are supposed to parse, and there is a method called call expression. So it clears the value stack. Okay, already we have declared clear here. So current token, we take the next token and call expression. So expression it will actually reach here. From expression, you are supposed to call term. The term you are supposed to call factor. So it is nothing different from expression decomposes to term, term decomposes to factor. So you descend down. Okay, so that is what you do. And once the factor as well, factor can be a double. So then you actually push the value to the value stack and you take the next token. And if current token is equal to opening parenthesis, you are supposed to get the next token and then you recurse.
Then if it is a closing, if it is not closing parenthesis, you are throwing an exception. Current token is equal to get token. So you take the next token, and if it is plus or sub, it is sure that it is a unary plus or sub. When I showed syntax diagram, I did show the entire slang. So if it is a Boolean expression, so you are supposed to, you can create exclamation, the explanation factor. Okay, so here we haven't actually done it. And if it is plus or sub, it can be unary plus or sub. See what I do is, okay, I save the token, then I take the next token, and then I call factor. So this is unary factor. I don't know. Recursive call. Then value stack in the copy. L token sub minus x is equal to minus x. Value stack to push. Every time we discover a value, you will actually push. Okay, it's a for function character, so value has to be pushed onto the value stack. So once factor has been finished processing, okay, so you have to check whether current token is mul or div. Then you are supposed to give token is equal to current token. So you take the next token and call factor once again. Then you pop the value from the stack, and if it is sub, okay, you say x is equal to minus x. So after that, okay, once you found out that, okay, after the term there is mul or div, you can actually recurse, okay, after doing some preliminary stuff. So in the case of factor also, we are actually recursing here. So what I have written is, okay, take a look at the source code. Okay, it is not much different from what you are seeing here. Expression, how you need to make it into production code. See, what I have given here on the screen is that production is a series of generative terms inside a BNF gamma. But the production can have meaning in the sense that, okay, the product has been deployed to a production already. Okay, so we can have two kinds of a meaning. So term, factor, everything, it is very similar. Only thing is that, okay, I have given C# code, so it is available in my GitHub. So basically, you write series of recursive routine. Expression should decompose to term. Okay, so it actually happens. And term should decompose to factor. Okay, so you require a set of mutually recursive subroutines to parse an expression. So going through the slide or okay, so let us, so this is the program is available at the Vault algebra. See, it is in proceed github.com/proceedpy, and if you go inside the repositories, you will see elementary math for programming series, and inside that, okay, you will find out RD parser stack.s. Okay, so this is nothing but, so you are executing it on the command line. 2 + 3 evaluated value is 5, and if you give 2 + 3 into 4, it should get 14, rightly so. If you give 2 + 3 into -4, so you will get -10. So basically, we have written a recursive descent parser with a stack-based expression evaluator. It's not exemplary code, but it has got its own set of advantage in the sense that if somebody bothers to learn this, okay, and it is a very essential skill for every programmer, not only to write compilers or compilers. Okay, it is useful for writing structured input processors. Okay. So once again, I repeat. So we talked about Backus-Naur form, Backus normal form, or John Backus Peter Naur form. So it's a set of productions, okay, which you decompose the input into
different facets, and each of the facets will be having its own subfacets, and ultimately it reaches leaf. So in this case, everything is at the leaf in the sense that, okay, month, okay, you are given regular expression to process it. Day also, you have actually given regular expression to process it. And here also, you have actually given regular expression to process it. But overall, so this is the format. And we saw how recursion can be effectively used in BNF. Then it's a BNF for floating point, and BNF for specifying postal addresses. Take a look at the Wikipedia to get a complete picture. And a note about slang compiler infrastructure is given because of the JavaScript port of slang and the associated syntax diagram available with it. Okay. So this is how all the type of operators available along with function code. And expression decomposes to Boolean expression. Boolean expression decomposes into L expression, logic of B expression. So L expression is R expression, relational operator, L expression. So you can see the recursion here, and it is available there as well. So the basic idea is look at the BNF, write series of mutually recursive calls, and stuff the body of the code, or kind of scanning or lexical analysis you have to do. Okay, you have got a routine working code for a BNF. So term also you have got, okay, how it should, term should be decomposed into factor malloc term, so that okay, a recursion is being ensured. And you have got factor also available, which can be a numeric string, true, false, variables, expression, factor, and call expression. So this is a grammar for a for function calculator. And expression decomposes into term, or term plus or minus expression. Term decomposes into factor or factor into division term to ensure recursion, and factor can be number or bracket, expression, or plus or minus factor. And we did discuss about lexical analysis, and then what are the tokens, okay, which you are supposed to given. And we also learned, okay, how to write a structured input processor. It is available on the GitHub. URL is given in the last page. So this is how you convert expression into production code. In fact, you can do factor to temp code, as well as factor can be found out. Okay, so this is the three things, okay, which is available in the public for this for a complete grammar. So this is a naive stack class, a double array, a stack pointer. Top stack 0 array container which is available in the stack is actually 2 places elements, and then you can clear it, you can push it as well as pop it. And we are actually using stack to store the intermediate computation. 2 plus 3 into 4 is effectively converted into mul load 0, add 3, mul 4, like that, okay, you have to give it. So it's a recursive function, a set of recursive function which call each other, and then the template is actually given here. And in this particular page, okay, don't forget to visit the github.com/proceed by elementary math for programming series. So inside that you will find out this particular file. So this I am running it at a command line, rd parser stack 2 plus 3, rd parser stack 2 plus 3 into 4. So this will be performed first, and then okay, 2 will be added. Likewise, okay, this will be process first, and after that, okay, 3, and this is how things goes. So I hope, okay, this video was useful.
lot of information has been covered. Okay, so read about this in Wikipedia and other sources. Nandi, namaskar.